പാകിസ്ഥാന്റെ കൈവശമുള്ള കാശ്മീരിന്റെ ഭാഗത്ത് ജനങ്ങളുടെ വൻ പ്രക്ഷോഭമാണ് പാകിസ്ഥാൻ സർക്കാർ നേരിടുന്നത്. കടുത്ത സാമ്പത്തിക തകർച്ചയിൽ കാലിടറുന്ന പാകിസ്ഥാനുമേൽ POKയിലെ ജനങ്ങൾ വലിയ സമ്മർദ്ദമാണ് നൽകുന്നത്. പണപ്പെരുപ്പം, ഉയർന്ന നികുതി, വിലക്കയറ്റം, തുടർച്ചയായ വൈദ്യുതി തടസ്സം തുടങ്ങിയവ കടുത്ത പ്രതിസന്ധിയിലാക്കിയ POKയിലെ ജനങ്ങളുടെ ജീവിതത്തെ തന്നെ ഈ വെല്ലുവിളികൾ സാരമായി ബാധിച്ചിരിക്കുന്നതായി ഓൺലൈൻ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. UN നിർദ്ദേശപ്രകാരം പാകിസ്ഥാൻ നൽകേണ്ടിയിരുന്ന 52 തരം സബ്സിഡികൾ പല ഘട്ടങ്ങളിലായി ഏകപക്ഷീയമായി പാകിസ്ഥാൻ നിർത്തുകയുണ്ടായതായി POKയിലെ ജനങ്ങൾ പറയുന്നു. ഇതൊന്നും പാകിസ്ഥാന്റെ ദാനമല്ലെന്നും അവരുടെ കരാർ പ്രകാരമുള്ള ഉത്തരവാദിത്തം നിറവേറ്റലാണെന്നുമാണ് ജനങ്ങളുടെ പക്ഷം. അവരുടെ രാഷ്ട്രീയ പ്രതിനിധി അംജദ് അയ്യൂബ് മിശ്ര പറഞ്ഞത് പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ POKയിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്നുവെന്നാണ്. 1960കളിൽ മിർപൂർ ജില്ലയിൽ പണികഴിപ്പിച്ച മംഗള ഡാമിൽ നിന്നുമായി 4000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്നുമുള്ള 350 മെഗാവാട്ട് വൈദ്യുതി മാത്രമേ POKയിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. ഇലക്ട്രിസിറ്റി സബ്സിഡി നിർത്തുന്ന പക്ഷം ഓരോ യൂണിറ്റിനും പൗരന്മാർ 22 രൂപ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകും. POKയിലെ നേതൃത്വം ആവശ്യപ്പെടുന്നത് ഭാരതം ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്നാണ്. പാകിസ്ഥാൻ ഓക്യുപൈഡ് കാശ്മീരിൽ നിന്നും ആസാദിയുടെ മുദ്രാവാക്യങ്ങൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. കുട്ടികൾ അടക്കമുള്ളവർ മുസറഹാബാദിന്റെ തെരുവീതികളിൽ പാകിസ്ഥാൻ സർക്കാരിൽ കടുത്ത പ്രതിഷേധ സമ്മർദ്ദം ചെലുത്തുമ്പോൾ ആ പ്രശ്നം കൂടി താങ്ങാൻ സ്വതവേ സാമ്പത്തിക പരാജയത്തിലായ പാകിസ്ഥാന് കഴിയുകയില്ല. ആർട്ടിക്കിൾ 370 മാറ്റി പൂർണ്ണമായും ഭാരതത്തിന്റെ ഭാഗമായി മാറ്റിയ കാശ്മീരിനെ വികസനത്തിന്റെ പാതയിലേക്ക് ഭാരത സർക്കാർ തിരിച്ചു കൊണ്ടുവരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഭരണകൂടത്തിന്റെ കഴിവുകളും അവ ജനങ്ങളിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുമായ സാധ്യതകളും പാകിസ്ഥാൻ ഓക്യുപൈഡ് കാശ്മീരിലെ ജനങ്ങൾ തിരിച്ചറിയുന്നത്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ സുദൃഢമാക്കുന്നതിനു പകരം അയൽ രാജ്യമായ ഭാരതത്തിനോടുള്ള കടുത്ത ശത്രുത മൂലം ഭീകരത നട്ടുനനച്ച പാകിസ്ഥാന്റെ പിന്തിരിപ്പൻ ആശയങ്ങൾക്കും ഭീകരവാദ പ്രവണതകൾക്കുമെതിരെ ഇന്ത്യയിലെ പ്രതിപക്ഷം മൗനമായിരിക്കുമ്പോഴാണ് POK രാഷ്ട്രീയം പാകിസ്ഥാന് എതിരായി തിരിയുന്നത്. പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നത്. പാകിസ്ഥാന്റെ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ തെരുവീതികളിൽ കടുത്ത പ്രതിഷേധമുയർത്തുന്നത്. ഭാരതത്തിനോടൊപ്പം ചേരുവാനുള്ള ആഗ്രഹം ജനങ്ങളും രാഷ്ട്രീയ നേതൃത്വവും വിളിച്ചു പറയുന്നത്. ഇത് ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളെ തന്നെയാണ്. പാകിസ്ഥാന്റെ ഭീകരവാദത്തിന് മറുപടിയായി പാകിസ്ഥാൻ മണ്ണിൽ ഭാരതം നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിൽ പാകിസ്ഥാന് വന്ന കനത്ത നാശനഷ്ടം കേന്ദ്ര സർക്കാരിന്റെ വീമ്പ് പറച്ചിൽ മാത്രമാണെന്ന് ചിത്രീകരിച്ചവരുടെ, പാകിസ്ഥാനെ വാക്കുകൾ കൊണ്ട് പോലും നോവിക്കാത്തവരുടെ നെഞ്ചിൽ തറച്ച ആഘാതമാണ് POKയിൽ നടക്കുന്ന പാകിസ്ഥാൻ വിരുദ്ധ പ്രക്ഷോഭം. അത് ആളിപ്പടരുമ്പോൾ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന് സംശയമില്ലാത്ത കാര്യമാണ്. ജയ് ഹിന്ദ്.